വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ആണ് എഡി കറന്റ്. എഡി കറന്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ്. ഇതൊരു സർക്കുലർ വയർ ലൂപ്പ് ആണ്, അഥവാ തൽക്കാലം നിങ്ങൾ ഇതിനൊരു റിംഗ് എന്ന് കൺസിഡർ ചെയ്യാം. ഒരു റിംഗ്. ആ റിങ്ങിനടുത്തേക്ക് ഒരു ബാർ മാഗ്നറ്റ്, ഇങ്ങനെയൊക്കെ സംഭവിച്ച് ബാർ മാഗ്നറ്റ് നോർത്ത് സൗത്ത് പോൾസ് ഉണ്ട്. ഇത് അടുത്തേക്ക് വരുന്നു. എന്ത് സംഭവിക്കും എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. നോർത്ത് അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഇവിടെ നോർത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടും, കറണ്ട് ആന്റി ക്ലോക്ക് വൈസ് ആവും. സോ ആ ഡയറക്ഷൻസ് ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ആന്റി ക്ലോക്ക് വൈസ്, ഇവിടെ ഒരു നോർത്ത് പോള് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഇത് നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ്. കറണ്ട് സർക്കുലർ ആയിട്ട് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഫ്ലോ ചെയ്യും. വാട്ട് ഇഫ് ദിസ് ഈസ് എ ഡിസ്ക്? അതൊരു റിങ്ങിന് പകരം ഒരു ഡിസ്ക് ആയിരുന്നു എങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഡിസ്ക് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ഭാഗത്ത് മെറ്റീരിയൽ ഉണ്ട്. ഇത് റിംഗ് അല്ല, പകരം ഡിസ്ക് ആണ്. മെറ്റാലിക് ആണ്, അഥവാ കണ്ടക്ടിങ് മെറ്റീരിയൽ ആണ്. അതിനടുത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബാർ മാഗ്നറ്റ്, നോർത്ത് സൗത്ത് ബാർ മാഗ്നറ്റ് അടുത്ത് വരുന്നു. എന്ത് സംഭവിക്കും? ഈ കാണുന്ന ബാർ മാഗ്നറ്റ് അടുത്ത് വരുമ്പോൾ ഈ കാണുന്ന ഡിസ്കിന്റെ ഏരിയയിൽ സ്വാഭാവികമായിട്ട് അവിടെ മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരും. മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ഇതും നമുക്കറിയുന്ന കാര്യമാണ്. ആ ഇൻഡ്യൂസ്ഡ് EMF കാരണം കറണ്ട് ഫ്ലോ ചെയ്യാൻ, മെറ്റീരിയൽ കണ്ടക്ടർ ആണ്, കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, കറണ്ട് ഫ്ലോ ചെയ്യാൻ റിംഗ് ആണെങ്കിൽ അവിടെ കൃത്യമായ ഒരു പാത്ത് ഉണ്ട്. അതായത് ഇപ്പോ റിങ്ങിനല്ല, പകരം ഇങ്ങനെ ഒരു ഷേപ്പ് ആണെന്ന് വിചാരിക്കും. ഇത് ഒരു വയർ ആണ് ലൂപ്പ്. അതിനടുത്തേക്ക് വന്നു കഴിഞ്ഞാലും ദിസ് ഈസ് നോർത്ത് സൗത്ത് അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇവിടൊക്കെ ഈ കാണുന്ന രണ്ട് കേസിലും അവിടെ കൃത്യമായ ഒരു വെൽ ഡിഫൈൻഡ് പാത്ത് ഉണ്ട് ഫോർ ദ കറന്റ് ടു ഫ്ലോ. There exists a well defined path for the current to flow. കറണ്ട് ഫ്ലോ ചെയ്യാൻ, ഇൻഡ്യൂസ്ഡ് കറണ്ട് ഫ്ലോ ചെയ്യാൻ ഒരു കൃത്യമായ പാത്ത്, കൃത്യമായ ലൈൻ അവിടെ ഉണ്ട്. അതേസമയം ഡിസ്കിന്റെ കേസിൽ അങ്ങനെ ഒരു സംഭവമല്ല. മെറ്റീരിയൽ ഉണ്ട് ഇഷ്ടം പോലെ പരന്ന് കിടപ്പാ. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പൊ സംഭവിക്കുന്നത്, നിങ്ങൾ നേരെ ഈ കാണുന്ന സംഭവം അതിലേക്ക് അങ്ങ് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിനകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസ് ആണ് ഫ്ലോ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഫ്രീ ഇലക്ട്രോൺസ് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഫ്ലോ ചെയ്യണം. ഓക്കെ, ഈ കാണുന്ന നോർത്ത് അടുത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ നമുക്ക് നോർത്ത് ക്രിയേറ്റ് ചെയ്യണം. നോർത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കറണ്ട് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഫ്ലോ ചെയ്യണം. കറണ്ട് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇവിടെ ഒരു പ്രത്യേകമായ പാത്ത് ഒന്നും ഇല്ല. അതുകൊണ്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്ന പാത്ത് മോസ്റ്റ് സിമെട്രിക് ആയിട്ടുള്ള ഷേപ്പ്, ദാറ്റ് ഈസ് സർക്കുലർ. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചെറിയ ചെറിയ സർക്കിൾസ്, കറണ്ട് ആ സർക്കിൾസിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുക. റെഡിയാണോ? അങ്ങനെ സർക്കിളിൽ കറണ്ട് ആന്റി ക്ലോക്ക് വൈസിൽ കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടും? നോർത്ത് പോൾ പോലെ വരും. അവിടുത്തെ ഫ്ലക്സ് ഇതിനെ ഒപ്പോസ് ചെയ്യും, ലെൻസസ് ലോ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, സോ മെറ്റീരിയലിന്റെ ബൾക്കിൽ വെൻ ദർ ഇസ് നോ വെൽ ഡിഫൈൻഡ് പാത്ത് ഫോർ ദ കറന്റ് ടു ഫ്ലോ, മെറ്റീരിയലിന്റെ ബൾക്കിൽ അല്ലെങ്കിൽ മെറ്റീരിയലിന്റെ സർഫസിൽ ഫ്ലക്സ് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ, മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അവിടെ കറണ്ട് സർക്കുലർ ആയിട്ട് ചെറിയ ചെറിയ സർക്കിൾസ് ആയിട്ട് കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എഡി കറന്റ്. എഡി കറന്റ്. ഓക്കെ, ഇനി എഡി കറന്റ് എന്ന് പറയുന്നത് സാധാരണ ഫാരഡേസ് ലോ ഓഫ് ഇൻഡക്ഷൻ അനുസരിച്ച് ഇൻഡ്യൂസ്ഡ് EMF ക്രിയേറ്റ് ചെയ്ത് ആ കാരണം കൊണ്ട് വരുന്ന ഇൻഡ്യൂസ്ഡ് കറന്റ് ആണ്. സ്വാഭാവികമായിട്ടും ലെൻസസ് ലോ ഒബേ ചെയ്യും, ഒപ്പോസസ് ദ ചേഞ്ച്. നോർത്ത് അടുത്തേക്ക് വരുമ്പോൾ ആ നോർത്തിനെ റിപ്പൽ ചെയ്യുന്ന രീതിയിലാണ് ഉണ്ടാവുക. ഈ എഫക്ട്, എഡി കറണ്ടിന്റെ എഫക്ട് നമ്മൾ പല സിറ്റുവേഷൻസിലും യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, അതിനൊരു അപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. എഡി കറണ്ട് ചില സിറ്റുവേഷൻസിൽ നമുക്ക് അഡ്വാൻറ്റേജസ് ആണ്, ചില സിറ്റുവേഷൻസിൽ ഡിസഡ്വാൻറ്റേജ് ആണ്. ജസ്റ്റ് ലൈക്ക് ഫ്രിക്ഷൻ നമുക്ക് ആവശ്യമുള്ളതാണോ? ചില സിറ്റുവേഷൻസിൽ ആവശ്യമാണ്, ചില സിറ്റുവേഷൻ നമുക്ക് അത് വേണ്ട. അതുപോലെ തന്നെയാണ് എഡി കറണ്ടും. എഡി കറണ്ട് നമ്മൾ ചില സിറ്റുവേഷൻസിൽ നമുക്ക് അത് ലോസ് ക്രിയേറ്റ് ചെയ്യുമെങ്കിൽ ചില സിറ്റുവേഷൻസിൽ നമ്മൾ അതിനൊരു അപ്ലിക്കേഷൻ ആയിട്ടും എടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ കാണുന്ന നോർത്ത് സൗത്ത് പോള് അല്ലെങ്കിൽ ഡൈപോള് ബാർ മാഗ്നറ്റ് നമ്മൾ അടുത്തേക്ക് കൊണ്ടുവരുന്നു, തിരിച്ച് അകലേക്ക് എടുക്കുന്നു. അങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് കറണ്ട് ഉണ്ടാവും, തിരിച്ച് അകലേക്ക് പോകുമ്പോൾ ക്ലോക്ക് വൈസ് കറണ്ട് ഉണ്ടാവും. വീണ്ടും അടുത്തേക്ക് വരുന്നു. ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കാണുന്ന ഡിസ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യും, തിരിച്ച് ഫ്ലോ ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ മെറ്റീരിയൽ ഹീറ്റഡ് ആവും. ആ ഹീറ്റിംഗ് എഫക്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ആ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ് എഡി കറണ്ടിന്റെ അപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ഒന്ന്, ഇൻഡക്ഷൻ ഫർണസ്. ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു
ഒരു മെറ്റൽ അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എഡി കറണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. അത് കാരണം ആ മെറ്റീരിയൽ ഹീറ്റഡ് ആവും. അങ്ങനെ നമ്മൾ ഇൻഡക്ഷൻ ഫർണസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അതുപോലെ തന്നെ മൂവ്മെന്റിനെ ഒപ്പോസ് ചെയ്യുന്നു എന്ന കാരണം കൊണ്ട് മാഗ്നറ്റിക് ബ്രേക്കിംഗ്, അതിനുവേണ്ടി എഡി കറണ്ട് യൂസ് ചെയ്യാറുണ്ട്. വേറൊന്നാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിംഗ്. ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിംഗ്, ചില ഗാൽവനോമീറ്റേഴ്സിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിംഗ് യൂസ് ചെയ്യാറുണ്ട്. അതിന്റെ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, റീഡിംഗ് എടുക്കുന്ന സമയത്ത് നമ്മൾ വോൾട്ടേജിന്റെ അല്ലെങ്കിൽ ആ കാണുന്ന വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, ഗാൽവനോമീറ്റർ അതിന്റെ ടെർമിനൽസ് സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നീഡിൽ അങ്ങ് പോകും. നീഡിൽ അങ്ങ് ചെന്നിട്ട് ഒരു പെർട്ടിക്കുലർ വാല്യൂ നിൽക്കുന്നവർ അവിടെ അങ്ങനെ ഓസിലേറ്റ് ചെയ്യും. ആ ഓസിലേഷൻസ് പെട്ടെന്ന് സ്റ്റോപ്പ് ആയാലേ നമുക്ക് പെട്ടെന്ന് റീഡിംഗ് എടുക്കാൻ പറ്റുള്ളൂ. സോ ഇവിടുന്ന് മൂവ് ചെയ്ത സാധനം അവിടെ ചെല്ലുമ്പോൾ വല്ലാണ്ട് ഓസിലേറ്റ് ചെയ്യാതെ പെട്ടെന്ന് ആ ഓസിലേഷൻസ് സ്റ്റോപ്ഡ് ആവണം ഓർ ഡാംപ്ഡ് ആവണം. അതിന് നമ്മൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിംഗ് സംഭവിക്കും. റീഡിംഗ് അവിടെ ചെന്നിട്ട് അങ്ങ് സ്റ്റോപ്പ് ആവും. അവിടെ ഓസിലേഷൻസ് ഉണ്ടാവില്ല. ഓക്കെ, സോ ഇതാണ് എഡി കറന്റിന്റെ ആപ്ലിക്കേഷൻസ്. നെക്സ്റ്റ് പോയിന്റ്, ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ്. ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് സാധാരണഗതിയിൽ NCERT ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ സാധാരണ ക്ലാസ്സുകളിലോ അധികം എക്സ്പ്ലെയിൻ ചെയ്യാത്തൊരു പോയിന്റ് ആണ് ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് കൂടിയാണ് ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ എഡി കറണ്ട്, അതായത് ഒരു മെറ്റീരിയലിന്റെ ബൾക്കിലേക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുമ്പോൾ അവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സർക്കുലർ ആയിട്ടുള്ള കറണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനാണ് നമ്മൾ എന്ത് വിളിച്ചത്? എഡി കറണ്ട് എന്ന് വിളിച്ചത്. ഈ കറണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുക, കറണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ ഫ്ലോ ഓഫ് ചാർജസ്. കൺവെൻഷനലി കറണ്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജിന്റെ ഫ്ലോ ആണ്. ഈ കാണുന്ന പോസിറ്റീവ് ചാർജ് എന്തുകൊണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു? മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുമ്പോൾ എന്തുകൊണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ടൈമിനനുസരിച്ച് വേരി ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഈ കാണുന്ന ചാർജസ് ഫ്ലോ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ കാണുന്ന സംഭവത്തിനെ ഇലക്ട്രോസ്റ്റാറ്റിക്സിലേക്ക് കൊണ്ടുപോവാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഒരു ചാർജ് മൂവ് ചെയ്യണമെങ്കിൽ, ഒരു ചാർജിന് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ there must be another charge or electric field created by another charge. ഓർ അതാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. സോ ഒരു ചാർജിന് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ there must be an electric field എന്നാണ് നമ്മുടെ കൺസെപ്റ്റ്. സ്വാഭാവികമായിട്ടും ഈ കാണുന്ന മെറ്റീരിയലിന്റെ ബൾക്കിൽ, ഈ കാണുന്ന ഒരു ഡിസ്ക് ആയിരുന്നു, ആ കാണുന്ന ഡിസ്കിന്റെ ബൾക്കിനകത്ത് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ, ആന്റി ക്ലോക്ക് വൈസോ ക്ലോക്ക് വൈസോ ആവട്ടെ സിറ്റുവേഷൻ അനുസരിച്ച് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് ചാർജിന്റെ ഫ്ലോ ആണ്. അങ്ങനെ പോസിറ്റീവ് ചാർജിന്റെ ഫ്ലോ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് പറയാം. ആ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ ഉണ്ടായി? ഇവിടെ ചാർജസോ എക്സ്റ്റേണൽ ചാർജസോ സംഭവങ്ങളോ ഒന്നുമില്ല. ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടാനുള്ള കാരണം നോർത്ത് സൗത്ത് മാഗ്നറ്റിക് ഡൈപോൾ അടുത്ത് വരുന്നതാണ്. സോ ഈ കാണുന്ന മെറ്റീരിയലിന്റെ സർഫസിൽ മാഗ്നറ്റിക് ഫീൽഡ് ടൈമിനനുസരിച്ച് വേരി ചെയ്യുമ്പോൾ അവിടെ കറണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ആ കറണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണം, അവിടെ ചാർജ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ആ ചാർജ് ഫ്ലോ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ്. സോ എന്താണ് ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ്? ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് an electric field is induced when there is a time varying magnetic field. ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറയാം. ഈ കാണുന്ന ഇലക്ട്രിക് ഫീൽഡ് ആക്ച്വലി ഈ കാണുന്ന ഡിസ്കിനകത്ത് മാത്രമല്ല ഉള്ളത്. ആ ഇലക്ട്രിക് ഫീൽഡ് ഇതിന് ഔട്ട്സൈഡും ഉണ്ടാവും. ഈ കാണുന്ന രീതിയിൽ സർക്കുലർ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇതിന് ഔട്ട്സൈഡ് ഉണ്ട്. ഓക്കെ, ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇത് എങ്ങനെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ്? ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. പിന്നെ നമ്മൾ എന്തുകൊണ്ട് ഈ കാണുന്ന മെറ്റീരിയലിനകത്ത് മാത്രം പറഞ്ഞു? അകത്ത് നമ്മൾ പറഞ്ഞത് ഇലക്ട്രിക് ഫീൽഡിന്റെ കാര്യമല്ല, അത് കറണ്ട് ആണ്. ഒരു ഇലക്ട്രിക് ഫീൽഡ് കാരണം ചാർജിന് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്താലും ആ ചാർജ് ഫ്ലോ ചെയ്യണം എന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ കണ്ടക്ടർ ആയിരിക്കണം. ഓക്കെ, ആ കാണുന്ന മെറ്റീരിയൽ കണ്ടക്ടർ ആകുമ്പോൾ അവിടെ നമുക്ക് കറണ്ട്, ചാർജിന്റെ ഫ്ലോ നമുക്ക് കിട്ടും, അഥവാ കറണ്ട് ഉണ്ടാവും. അതിനാണ് നമ്മൾ എഡി കറണ്ട് എന്ന് വിളിച്ചത്. അതേസമയം അതിന് ചുറ്റും മുഴുവൻ ഭാഗത്തും എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്? ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് ഓഫ് ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ്.
ആ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത് തന്നെയാണ് ആക്ച്വലി ഫാരഡേസ് ലോ ഓഫ് ഇൻഡക്ഷൻ. ആ ഫാരഡേസ് ലോ ഓഫ് ഇൻഡക്ഷന്റെ ഒരു ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ്, ഇന്റഗ്രൽ ഫോം ഓഫ് ഫാരഡേസ് ലോ ഓഫ് ഇൻഡക്ഷൻ എന്ന് പറയും. ഇന്റഗ്രൽ ഫോം ഓഫ് ഫാരഡേസ് ലോ ഓഫ് ഇൻഡക്ഷൻ. ഇന്റഗ്രൽ ഫോം നമ്മൾ യൂസേജ് വളരെ കുറവാണ്, അപൂർവമായിട്ട് യൂസ് ചെയ്യാറുള്ളൂ. ഫോർമുല ഈ കാണുന്നതാണ്, ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ. ഇത് ഏത് ഇലക്ട്രിക് ഫീൽഡ്? ദിസ് ഈസ് ദ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ്. ഈ കാണുന്ന ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡുള്ള റീജിയനിൽ നമ്മളൊരു ക്ലോസ്ഡ് ലൂപ്പ് എടുക്കുന്നു. ആ കാണുന്ന ക്ലോസ്ഡ് ലൂപ്പിൽ അവിടെ ഓരോ റീജിയനിലും ഓരോ പോയിന്റും ഇലക്ട്രിക് ഫീൽഡും ഡി എല്ലും കൂടെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നു. അതെല്ലാം കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈ ബി ബൈ ഡി ടി. Okay, where phi b is the magnetic flux through the closed loop. നമ്മൾ ചൂസ് ചെയ്യുന്ന ക്ലോസ്ഡ് ലൂപ്പിലെ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് phi b. ഓക്കെ, സോ ഇതാണ് ഫാരഡേസ് ലോ ഓഫ് ഇൻഡക്ഷന്റെ ഇന്റഗ്രൽ ഫോം. ഈ കാണുന്നതാണ് ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ്. വളരെ അപൂർവമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുള്ളൂ. സോ അറിഞ്ഞിരിക്കണം ഇന്റഗ്രൽ ഫോം ഓഫ് ഫാരഡേസ് ലോ ഓഫ് ഇൻഡക്ഷൻ. ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈ ബി ബൈ ഡി ടി, വേർ ഇ ഈസ് ദ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റഡ് ബൈ ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ്. ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഫോംസ് circular field lines. Induced electric field lines circular field lines ആണ്, or closed field lines എന്ന് പറയാം. Closed loop ആണ് ഫോം ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ്, induced electric field is non-conservative. അതായത് ശ്രദ്ധിക്കണം, ഈ കാണുന്ന ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് നോൺ കൺസർവേറ്റീവ് ആണ്. അതായത് ഇപ്പൊ നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ചാർജ് നമ്മൾ അവിടെ പ്ലേസ് ചെയ്തു, ആ ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ദർ ഇസ് നോ നീഡ് ടു ഡു എനി വർക്ക് ടു ക്രിയേറ്റ് ദാറ്റ് ഫീൽഡ്. ആ കാണുന്ന ചാർജിന് ചുറ്റുള്ള ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ യാതൊരു വർക്കും ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം ഈ കാണുന്ന ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് വെറുതെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നല്ല. ഈ കാണുന്ന ബാർ മാഗ്നറ്റ് മൂവ് ചെയ്യണം, അഥവാ ഒരു ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യണം. In order to create a time varying magnetic field, there has to be a work done. So ഒരു വർക്ക് ഉണ്ടെങ്കിലേ ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുള്ളൂ. അങ്ങനെ ഒരു വർക്ക് ഉണ്ടെങ്കിലേ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോൺ കൺസർവേറ്റീവ്. സോ ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ. നമുക്ക് വളരെ അപൂർവമായിട്ട് ഇത് യൂസ് ചെയ്യാൻ വരാറുള്ളൂ. ഫാരഡേസ് ലോ ഓഫ് ഇൻഡക്ഷന്റെ തന്നെ ഇന്റഗ്രൽ ഫോം. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് ഈസ് inductance എന്ന് പറയുന്നത് സോളിനോയിഡ്സ് ഇൻഡക്ടേഴ്സുമായി റിലേറ്റ് ചെയ്ത പോയിന്റ് ആണ്. എന്താണ് ഇൻഡക്ടൻസ്? ഒരു പെർട്ടിക്കുലർ കോയിലിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നു ബിക്കോസ് ഓഫ് എ കറന്റ് വേരിയിങ് ഇൻ അനദർ കോയിൽ ഓർ ഇൻ ദ സെയിം കോയിൽ. ഓക്കെ, an induced EMF is produced in a coil due to varying current in another coil. അങ്ങനെ രണ്ടാമതൊരു കോയിൽ ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് മ്യൂച്വൽ ഇൻഡക്ഷൻ. Or in the same coil. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൽഫ് ഇൻഡക്ഷൻ. ഓക്കെ, സോ നമ്മൾ ആദ്യം മ്യൂച്വൽ ഇൻഡക്ഷനിലേക്ക് കടക്കും. മ്യൂച്വൽ ഇൻഡക്ഷൻ അതായത് we have two coils placed together. ഈ കാണുന്ന കോയിലിൽ രണ്ട് കോയിലുണ്ട്. ഈ കാണുന്ന കോയിലിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുന്നു. നമുക്ക് ഇതിനെ നമ്പർ 1, ഇതിനെ 2 എന്ന് കൊടുക്കാം.
So the current passing through the second coil is I2. സ്വാഭാവികമായിട്ടും അതിലൂടെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ലെറ്റ്സ് സേ ഇതാണ് ആ സോളിനോയിഡിന് കോയിലിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ്. ലെറ്റ്സ് കോൾ ഇറ്റ് B2. ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സ്വാഭാവികമായിട്ടും ഫസ്റ്റ് കോയിലുമായിട്ട് ലിങ്ക്ഡ് ആണ്. സോ there will be a flux in the first coil. There will be a flux in the first coil phi1. സ്വാഭാവികമായിട്ടും ഇതിന് കാരണം രണ്ടാമത്തെ കോയിലിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. സോ phi1 is proportional to B2 and നമുക്കറിയാം B2 is proportional to I2. ഇതിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇതിന്റെ കറന്റിന് പ്രൊപ്പോർഷണൽ ആണ്. ബേസിക്കലി the flux in the first coil phi1 is proportional to current in the second coil I2. So ഈ കാണുന്ന proportionality constant ആണ് phi1 is equal to M12 I2 mutual inductance on the first due to second. ഈ സിറ്റുവേഷൻ തന്നെ തിരിച്ചു ആവാം. അതായത് രണ്ടാമത്തെ കോയിലിലെ ഫ്ലക്സ് phi2 is proportional to current in the first coil I1. അവിടുത്തെ proportionality constant ആണ് M21 I1. നമുക്ക് NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. M12 is equal to M21. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാറില്ല. M അഥവാ കോഎഫിഷ്യന്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ ഓർ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് വിളിക്കും. NCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു സ്പെഷ്യൽ കേസ് കൊടുത്തിട്ടുണ്ട്. രണ്ട് കോയിൽസ് സെയിം ലെങ്ത് ആണ്. ആ രണ്ട് കോയിൽസ് സെയിം ലെങ്ത് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ സെയിം ലെങ്ത് ആണ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M is equal to mu0 N1 N2 where small n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. സോ ഫസ്റ്റ് കോയിലിന്റെ സെക്കൻഡ് കോയിലിന്റെ N1 N2 into A L. L സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് A? A is the common area of cross section. കോമൺ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതായത് ഈ കാണുന്ന കേസിൽ ചെറിയ കോയിലിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് A. ഇതിനെ തന്നെ നമുക്ക് മോഡിഫൈ ചെയ്തെടുക്കാറുണ്ട്. നമുക്കറിയാം സ്മോൾ n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്, ബൈ യൂണിറ്റ് ലെങ്ത് ആണ്. സോ N1 by L is equal to small n1 and N2 by L is equal to small n2. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന ഇക്വേഷൻ മോഡിഫൈ ചെയ്യാം. ദിസ് ഈസ് mu0 N1 N2 A divided by L. Okay, so ഇതാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ ഫോർമുല. ഈ കാണുന്ന ഫോർമുല ഏതെങ്കിലും യൂസ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊരു പ്രത്യേക കേസിൽ മാത്രമുള്ള ഫോർമുലയാണ്. അതായത് ഒരേ ലെങ്ത് ഉള്ള സോളിനോട് കോആക്സിയൽ ആയിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഫോർമുലയാണ്. അതിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് രണ്ട് കോയിൽസ് ഇതാ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ കാണുന്ന കോയിൽസ് തമ്മിലുള്ള സെപ്പറേഷൻ ഒന്ന് രണ്ടും തമ്മിൽ വളരെ ഡിസ്റ്റൻസ് കൂടുതലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കുറയും. വളരെ അടുത്താണെങ്കിൽ അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അതിന്റെ ഓറിയന്റേഷൻ ഒരു കോയിൽ ഇതാ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെ കോയിൽ ഇതാ ഇങ്ങനെയാണെങ്കിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബേസിക്കലി 0 ആണ്. അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാഗ്നറ്റിക് ഫ്ലക്സ് കപ്ലിംഗ് ഉണ്ടാവില്ല. ഓക്കെ, സോ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ M depends on the physical dimensions അഥവാ ലെങ്ത്, ഏരിയ പോലെയുള്ള കാര്യങ്ങൾ. ഫിസിക്കൽ ഡയമെൻഷൻസ് ഓഫ് ദ കോയിൽ, ഡയമെൻഷൻസ് ഓഫ് ദ കോയിൽസ്. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് ആണ് ഓറിയന്റേഷൻ. ഓറിയന്റേഷൻ ആൻഡ് ക്ലോസ്നെസ്. ഓറിയന്റേഷൻ എന്നുള്ള ഉദ്ദേശിക്കുന്നത് അടുത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിന്റെ ഓറിയന്റേഷൻ ഈ രീതിയിലാണെങ്കിൽ മാഗ്നറ്റിക് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് 0 ആണ്. ഓക്കെ, സോ ഈ കാണുന്ന കാര്യങ്ങളാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ ഓർ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, സെൽഫ് ഇൻഡക്ഷൻ. സെൽഫ് ഇൻഡക്ഷൻ, നമ്മുടെ കയ്യിൽ ഒരു കോയിൽ ഉണ്ട്. സെൽഫ് ഇൻഡക്ഷൻ കേസിൽ ഒരു സിംഗിൾ കോയിൽ മാത്രമേ ഉള്ളൂ. അതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നു. കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ആ കാണുന്ന കോയിൽ തന്നെ ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യും. സ്വാഭാവികമായിട്ടും ആ ഫ്ലക്സ് എന്തിന് പ്രൊപ്പോർഷണൽ ആവും? ഫ്ലക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട് ഇൻ ദ കോയിൽ. ആ കാണുന്ന പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് സെൽഫ് ഇൻഡക്ഷൻ, സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് വിളിക്കുന്ന ഓർ കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ L എന്ന് പറയുന്നത്. ആ Lന്റെ ഫോർമുല L is equal to mu0 n square AL. ഇവിടെ രണ്ട് കോയിൽ ഇല്ല, ഒരു സിംഗിൾ കോയിൽ ആണ്. അതിന്റെ ലെങ്ത് L, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A,
number of turns per unit length ആണ് small n. ഇതിനെ തന്നെ നമുക്ക് modify ചെയ്യാറുണ്ട്. Small n is equal to capital N by L. So this is mu 0 capital N square A by L. ഈ രണ്ട് രീതിയിൽ, രണ്ടോ മൂന്നോ രീതിയിലൊക്കെ ഈ കാണുന്ന ഇക്വേഷൻ നമ്മൾ മോഡിഫൈ ചെയ്ത് എഴുതാറുണ്ട്. സോ ഇവിടുന്ന് തന്നെ നമ്മളൊരു കാര്യം കൂടെ ഇക്വേഷൻ ആയിട്ട് എഴുതി വെക്കണം. Phi is equal to Li ആണെങ്കിൽ what is the induced EMF? Induced EMF നമുക്കറിയാം, induced EMF ന്റെ ഫോർമുല this is minus d phi by dt. So this is equal to minus L into di by dt. So ഇതാണ് induced EMF in an inductor. സെൽഫ് ഇൻഡക്ഷന്റെ കാരണം അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് EMF. ഇതേ സംഭവം നമുക്ക് മ്യൂച്വൽ ഇൻഡക്ഷന്റെ കേസിലും പറയാൻ പറ്റും. മ്യൂച്വൽ ഇൻഡക്ഷന്റെ കേസിൽ M is equal to നമുക്കറിയാം M is equal to flux is equal to MI. ഒന്നാമത്തെ കോയിലിലെ ഫ്ലക്സ്, രണ്ടാമത്തെ കോയിലിലെ കറണ്ട്. Phi1 is equal to MI2. സോ അങ്ങനെയാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF E1 is equal to minus M into di2 by dt. ഇനി തിരിച്ചാണെങ്കിൽ രണ്ടാമത്തെ കോയിലിലെ ഇൻഡ്യൂസ്ഡ് EMF ഡ്യൂ ടു കറണ്ട് ചേഞ്ച് ഇൻ ദ ഫസ്റ്റ് കോയിൽ, അത് നമുക്ക് ആ രീതിയിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ. ഒരു കോയിൽ, അതിന്റെ ഇൻഡക്റ്റൻസ് L, അതിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. സോ ദ എനർജി സ്റ്റോർഡ്, എനർജി is equal to formula, അതിന്റെ ഡെറിവേഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ്സ് ഹാഫ് Li സ്ക്വയർ, ഹാഫ് Li സ്ക്വയർ. ഓക്കെ, ഒരു കാര്യം കൂടെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്താണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്? കറണ്ട് ഇൻക്രീസ് ചെയ്യും. ഒരു കോയിലിൽ, ഇതാ ഈ കാണുന്ന കോയിലാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിലെ കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിലുള്ള ഫ്ലക്സ് അതിൽ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഫ്ലക്സ് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഫ്ലക്സ് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഇൻഡ്യൂസ്ഡ് EMF ക്രിയേറ്റ് ചെയ്യും. ഇൻഡ്യൂസ്ഡ് EMF ഒപ്പോസസ് ദ കോസ്. ലെൻസസ് ലോ അനുസരിച്ച് ഇൻഡ്യൂസ്ഡ് EMF അതിന് കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ട് ഒക്കെ എന്ത് കാരണം കൊണ്ടാണോ അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് ആ കാണുന്ന കാരണത്തെ ഒപ്പോസ് ചെയ്യും. സോ കറണ്ട് ഇൻക്രീസ് ചെയ്താൽ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇൻഡ്യൂസ്ഡ് EMF ട്രൈ ടു ഒപ്പോസ് ദാറ്റ് കറണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF-നെ, ഇൻഡ്യൂസ്ഡ് EMF നമ്മളിപ്പോൾ നേരത്തെ എഴുതി വെച്ച സാധനം മൈനസ് L di by dt, ദിസ് ഈസ് ഓൾസോ നോൺ ആസ് ബാക്ക് EMF. Back EMF opposes the change in current, opposes the change in current. അതുകൊണ്ട് തന്നെ L is also known as electrical inertia. Electrical inertia. ഇത് ഒരു കമ്പാരിസൺ ആണ്. അതായത് ഒരു ഒബ്ജക്റ്റിന്റെ മാസ് അതാണ് ഇനേർഷ്യയുടെ മെഷർ. എന്താണ് ഇനേർഷ്യ? ഇനേർഷ്യ ചേഞ്ച് ഒപ്പോസസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി. വെലോസിറ്റിയിലെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്നതാണ് ഇനേർഷ്യ. ഓക്കെ, അതിന്റെ മെഷർ ആണ് മാസ്. സിമിലർലി വെലോസിറ്റി അല്ല, വെലോസിറ്റി കറസ്പോണ്ടിങ് ആയിട്ട് ഇലക്ട്രിസിറ്റിയിലേക്ക് വരുമ്പോൾ വെലോസിറ്റി ഇക്വലന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കറണ്ട് ആണ്. സോ കറണ്ടിലെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്നതാണ് സെൽഫ് ഇൻഡക്റ്റൻസ്. ദാറ്റ്സ് വൈ ഇറ്റ്സ് നോൺ ആസ് ഇലക്ട്രിക്കൽ ഇനേർഷ്യ. ആ ഇക്വേഷൻസിൽ പോലും സിമിലാരിറ്റീസ് ഉണ്ട്. ലെറ്റ്സ് സേ ഇപ്പോൾ ഇതിന്റെ കൈനറ്റിക് എനർജി, ഒരു ഒബ്ജക്ട് മൂവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് mv² ആണ്. ഈ കാണുന്ന രണ്ടും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് മാസിന് പകരം ഇൻഡക്റ്റൻസ്, ഇനേർഷ്യ ആൻഡ് ഇലക്ട്രിക്കൽ ഇനേർഷ്യ. സിമിലർലി കറണ്ട് ആൻഡ് വെലോസിറ്റി അനലോഗസ് ആയിട്ട് അവിടെ ഇവിടെയും കാണാം. വെലോസിറ്റിയിലെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്നതാണ് മാസ്, കറണ്ടിലെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്നതാണ് ഇൻഡക്റ്റൻസ്. ഓക്കെ, സോ ഇലക്ട്രിസിറ്റി മെക്കാനിക്സുമായിട്ട് ചില കണക്ഷൻസ് ആണ്. ഇത് കഴിഞ്ഞ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കഴിഞ്ഞ് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ RLC സർക്യൂട്ട് ഒക്കെ വരുമ്പോൾ നമുക്ക് ഓസിലേഷൻസും ഫോഴ്സ്ഡ് ഓസിലേഷൻസ് ഒക്കെ ആ കാണുന്ന സിമിലാരിറ്റീസ് ഒക്കെ നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. ഒരു പോയിന്റും കൂടെ, എനർജി ഡെൻസിറ്റി. എനർജി ഡെൻസിറ്റി കപ്പാസിറ്ററിൽ ചെയ്യുന്ന പോലെ തന്നെ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ദ എനർജി പെർ യൂണിറ്റ് വോളിയം, എനർജി സ്റ്റോർഡ് ബൈ വോളിയം. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഹാഫ് b² ബൈ μ0. ഈ ഇക്വേഷൻ പലപ്പോഴും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഓക്കെ, അറിഞ്ഞിരിക്കണം. സോ അതോടുകൂടി ഇൻഡക്റ്റൻസ് എന്ന് പറയുന്ന പാർട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് പോയിന്റ്, AC ജനറേറ്റർ. AC ജനറേറ്റർ. ഓക്കെ, നമ്മൾ ഫാരഡേസ് ലോ ഓഫ് ഇൻഡക്ഷന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന എല്ലാ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിന്റെയും കാരണം എന്ന് പറയുന്നത് നമുക്ക് ലാർജ് സ്കെയിലിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു ബിക്കോസ് ഓഫ് AC ജനറേറ്റർ. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇസ് ഫാരഡേസ് ലോ ഓഫ് ഇൻഡക്ഷൻ. സോ
രണ്ട് പാർട്സ് ആണ് മേജർ ആയിട്ട് നമ്മൾ പറയാറുള്ളത്, ഫീൽഡ് മാഗ്നറ്റ്സ് ആൻഡ് ആർമേച്ചർ. സോ വി ഹാവ് ടു മാഗ്നറ്റിക് പോൾസ്, നോർത്ത് ആൻഡ് സൗത്ത്. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ആ കാണുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൽ വി പ്ലേസ്ഡ് എ കോയിൽ. ആ കാണുന്ന കോയിലിന്റെ ഏരിയ ഇസ് എ. സോ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും പാരലൽ ആയിരുന്നു. ഓക്കെ, ആഫ്റ്റർ സം ടൈം ഈ കാണുന്ന കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാണുന്ന കോയിൽ ഈ ഒരു ആക്സിസിനെ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് വിത്ത് ആംഗുലർ വെലോസിറ്റി ഒമേഗ. സോ ആഫ്റ്റർ സം ടൈം ദ ആംഗിൾ ബിറ്റ്വീൻ ഏരിയ വെക്ടർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഒമേഗ ടി. സോ at any time t, the angle between magnetic field and area vector is omega t. So that means flux is equal to, നമുക്കറിയാം, it's B dot A. അതിൽ തന്നെ if we have n turns, ആ കാണുന്ന കോയിലിന് if there are n turns, flux is equal to n B dot A. This is equal to NBA cos omega t. Corresponding ആയിട്ടുള്ള induced EMF is equal to minus d phi by dt. നിങ്ങൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ മൈനസ് മൈനസ് ക്യാൻസൽ ആവും. ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് ഒരു ഒമേഗ എക്സ്ട്രാ പുറത്ത് വരും. സോ ഇൻഡ്യൂസ്ഡ് EMF is equal to NBA ഒമേഗ സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒരു സൈനുസോയിഡൽ വോൾട്ടേജ് ആണ്. ഈ കാണുന്ന എക്സ്പ്രഷൻ ആണ് നമ്മൾ വി ഓഫ് ടി, വോൾട്ടേജ് ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ് പീക്ക് വാല്യൂ എന്ന് വിളിക്കും, V0 സൈൻ ഒമേഗ ടി. ഇതാണ് നമ്മുടെ സൈനുസോയിഡൽ AC വോൾട്ടേജ് എന്ന് പറയുന്നത്. ഈ കാണുന്നതിൽ നിന്നാണ് നമ്മൾ അടുത്ത ചാപ്റ്റർ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. Okay, so flux in the equation NBA cos omega t, induced EMF in the equation, flux in the equation NBA cos omega t, induced EMF in the case NBA omega sin omega t. ഈ V0 എന്ന് പറയുന്നതാണ് ആക്ച്വലി NBA omega. Next point, decay of current in an inductor. Growth and decay of current in an inductor. We have an inductor connected to a voltage source through a resistor and a switch. Voltage source V, DC voltage source ആണ്, inductance L, resistance R. ഈ സ്വിച്ച് അങ്ങ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, let's say at time t equal to 0, സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. നമുക്കറിയാം ഇൻഡക്ടർ ഒപ്പോസസ് ദ ചേഞ്ച് ഇൻ കറണ്ട്. ഇനീഷ്യലി ദർ ഇസ് നോ കറണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഡക്ടർ പിന്നെ കറണ്ടിനെ ഇൻക്രീസ് ചെയ്യാൻ സമ്മതിക്കില്ല. ആ ഇൻഡക്ടറിന്റെ റെസിസ്റ്റൻസിനെ അല്ലെങ്കിൽ ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെ, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് അല്ല ഉദ്ദേശിക്കുന്നത്, ആ കാണുന്ന ബാക്ക് EMFനെ ഓവർകം ചെയ്തിട്ട് വേണം അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യാൻ. ഓക്കെ, സ്വാഭാവികമായിട്ടും സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ഒറ്റയടിക്ക് അങ്ങ് ഇൻക്രീസ് ചെയ്യില്ല. കറണ്ട് ടേക്സ് ടൈം ടു റീച്ച് ഇറ്റ്സ് മാക്സിമം വാല്യൂ. സോ അതുകൊണ്ടാണ് നമ്മൾ കറണ്ട് ഗ്രോത്ത് എന്ന് വിളിക്കുന്നത്. സോ ഈ സർക്യൂട്ടിലുള്ള കറണ്ട് വേരീസ് വിത്ത് ടൈം. ആ കറണ്ടിന്റെ ഇക്വേഷൻ, അതിനൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒക്കെ സോൾവ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് I of t is equal to I0 into 1 minus e raised to minus TR by L. ഇതിനെ തന്നെ നമ്മൾ കപ്പാസിറ്ററിന്റെ ചാർജിങ് ആയിട്ട് വളരെ റിലേറ്റഡ് ആയിട്ട് ഒരു ടോപ്പിക് ആണിത്. ഇതില് ഈ കാണുന്ന ഇക്വേഷനെ തന്നെ നമ്മൾ I0 into 1 minus e raised to minus T by L by R. ഈ പറയുന്ന L by R ആണ് ടൈം കോൺസ്റ്റന്റ്. ടോ എന്നൊക്കെ നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. സോ ഇതാണ് ഇക്വേഷൻ I of t, where I0 is equal to V by R. കറണ്ട് ഗ്രോത്ത് ആണ്, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ്. അതിന്റെ ഗ്രാഫ് കറണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ I of t വേഴ്സസ് t. കറണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 0 ആണ്, അവിടെ നിന്ന് അങ്ങോട്ട് ഇൻക്രീസ് ചെയ്ത് പിന്നെ അതൊരു കോൺസ്റ്റന്റ് വാല്യൂയിലേക്ക് അപ്രോച്ച് ചെയ്യും. ആ കാണുന്ന കോൺസ്റ്റന്റ് വാല്യൂ ആണ് നമ്മൾ പറയുന്ന I0 അഥവാ V by R. ഇനി ഈ കാണുന്ന സ്വിച്ച് നമ്മൾ വേറൊരു ഷോർട്ട് സർക്യൂട്ട് വഴി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡീകേ സംഭവിക്കുന്ന എപ്പോഴാണ്? അതായത് ഇൻഡക്ടർ, റെസിസ്റ്റർ, വോൾട്ടേജ് സോഴ്സ് നമ്മുടെ കയ്യിൽ
ഈ പറയുന്ന സ്വിച്ച് നമ്മുടെ കയ്യിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. സ്വിച്ച് ഓൾറെഡി കണക്റ്റഡ് ആണ്. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു കണക്ഷനും കൂടെ ഈ സൈഡിലേക്ക് ഉണ്ട്. ഈ സ്വിച്ച് നമ്മൾ ഈ കാണുന്ന സൈഡിലേക്ക് മാറ്റും എന്ന് പറഞ്ഞാൽ ബാറ്ററി സർക്യൂട്ടിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടും അറ്റ് t equal to 0. ഓക്കെ, എന്ന് വെച്ചാൽ ഇൻഡക്ടറിലൂടെ അത്രയും സമയം കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആ കറണ്ട് നമ്മൾ ഈ ബാറ്ററി വോൾട്ടേജ് സോഴ്സ് അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ കറണ്ട് ഡിക്രീസ് ചെയ്യണം. കറണ്ടിലെ ചേഞ്ചിനെ ഇൻഡക്ടർ ഒപ്പോസ് ചെയ്യും, ഇൻഡക്ടൻസ് ഒപ്പോസ് ചെയ്യും. സ്വാഭാവികമായിട്ടും കറണ്ട് ഒരൊറ്റ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് 0 ആവില്ല. ഇറ്റ് ടേക്സ് ടൈം ടു ഡീകേ ദ കറണ്ട്. സോ ആ കാണുന്ന സിറ്റുവേഷനിൽ കറണ്ടിന്റെ ഡയറക്ഷൻ ഒപ്പോസ് ചെയ്യും. നമുക്കറിയാം വോൾട്ടേജ് V കറണ്ടിന്റെ ഡയറക്ഷൻ ഒപ്പോസ് ചെയ്യും. ആ കാണുന്ന കറണ്ട് ഓൾസോ വേരീസ് വിത്ത് ടൈം t. I of t is equal to again I0 into I0 എന്ന് പറയുന്നത് അത്രയും സമയം അവിടെ ഉണ്ടായിരുന്ന കറണ്ട് ആണ്. I0 into e raised to minus t r by l. ഓക്കെ, വേറെ I0 is equal നമുക്കറിയാം I0 ഓൾറെഡി നമ്മൾ യൂസ് ചെയ്ത സാധനമാണ്. ഇറ്റ്സ് V by r. അതിന്റെ ഗ്രാഫ് അതൊരു മാക്സിമത്തിലായിരുന്നു. സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റ ഇൻസ്റ്റന്റിൽ അത് 0 ആവില്ല. ഇറ്റ് ടേക്സ് ടൈം ടു ഡീകേ. സോ ഈ കാണുന്ന സ്റ്റാർട്ടിങ് ഫ്രം I0 I of t വേഴ്സസ് t, ഇതാണ് കറണ്ടിന്റെ ഡീകേ, എക്സ്പോണൻഷ്യൽ ഡീകേ എന്ന് പറയും. ഓക്കെ, തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞത് ദിസ് ഈസ് ദ ഗ്രോത്ത്. സോ അതാണ് ഗ്രോത്ത് ആൻഡ് ഡീകേ ഓഫ് കറണ്ട് ഇൻ ആൻ ഇൻഡക്ടർ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ളത്. സോ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലിയർ ആവും. സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ. താങ്ക് യു.